അത് കറക്റ്റായിട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് അനിലിന് നമ്മൾ സാധനങ്ങൾ കൊടുത്തായിരുന്നു. 9,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ കൊടുത്തു. അത് വിട്ട് സെയിൽ ചെയ്തപ്പോൾ അനിലിനെ ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഗൂഡ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അതായത് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി അതിൽ ഒരു 1000 രൂപയുടെ സാധനം അനിൽ തിരിച്ചയച്ചു. അത് നമ്മൾ സെയിൽസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേഴ്സ് ബുക്ക് എന്ന് പറയും. വിറ്റത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിൽസ് റിട്ടേൺസ് ബുക്കിലാണ് അത് എഴുതി വെക്കേണ്ടത്. അപ്പം അതിൻ്റെ അതിൻ്റെ എൻട്രി ഇതാണ്. അനിലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം അനിൽ തിരിച്ചു തരുമല്ലേ. അപ്പം അനിലിന് കൊടുത്തപ്പോൾ നമ്മൾ അനിലിനെ ഡെബിറ്റ് ചെയ്തായിരുന്നു 9,000 രൂപയ്ക്ക്. ഇനി അനിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് അനിലിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റിട്ടേൺസ് ഇൻവേഴ്സ് ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അവർക്കും ഒരു ബില്ല് കൊടുക്കണം, ഒരു റെക്കോർഡ് കൊടുക്കണം. അതിനെ നമ്മൾ ക്രെഡിറ്റ് നോട്ട് എന്നാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ പലർക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ എത്ര പേർക്കാണോ റിട്ടേൺ ബോർഡ് ഇപ്പോൾ ഒരു 4 പേർക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അവരുടെ എല്ലാം ഈ ജേർണലിൽ എഴുതിയിട്ട് അവരുടെ എല്ലാ അക്കൗണ്ടുകൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ടോട്ടല് ഓരോരുത്തരുടെയും പേരിൽ ബൈ റിട്ടേൺസും പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടല് ഈ സെയിൽസ് അക്കൗണ്ടിൽ ടു സൺട്രീസ് എന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതും. ഇപ്പോൾ പലർക്കായിട്ട് ഒരു 10,000 രൂപയുടെ സാധനം വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതി വെക്കുന്നത്. എന്നിട്ട് ആ 10,000 രൂപയുടെ ടോട്ടലാണ് എഴുതി വെക്കുന്നത്. ഇങ്ങനെ ഈ റിട്ടേൺസ് ക്ലോസ് ചെയ്യുന്നത് ചിലപ്പം ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റിൽ വരാം. അപ്പോൾ ആ ടോട്ടൽ എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കണം. അതാണ് സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി അടുത്ത ഒരു ബുക്കാണ് സെയിൽസ് റിട്ടേൺസ്. ജേർണൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ തിരിച്ചയക്കും. തിരിച്ചയക്കുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ എഴുതുന്നതാണ് സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേഴ്സ് എന്ന് പറയും. ഇത് രണ്ടും ഒരേ പേരിലാണ്. അതായത് നമ്മൾ വിറ്റായിരുന്നു നേരത്തെ, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ തിരിച്ചു തന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻട്രി എഴുതി വെക്കുന്നത്. അപ്പോൾ അനിൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ അനിലിന് നമ്മൾ എൻട്രി എഴുതി വെച്ചിരിക്കുന്നു. അനിലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കാരണം അനിലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം അനിൽ എന്നാണ് നമ്മൾ തെറ്റിപ്പോയി. GM കൊമേഴ്സിലേക്ക് സ്വാഗതം. ഇനി പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത് ജേർണലാണ്. ആ ജേർണൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ 1000 രൂപ കിങ് ആൻഡ് കമ്പനീസിലാണ് 1000 രൂപയുടെ സാധനം റിട്ടേൺ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ലെഡ്ജറിൽ ഒരു കിങ് ആൻഡ് കമ്പനിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് ജനറൽ ലെഡ്ജറിലാണ് അത് ചെയ്യേണ്ടത്. അപ്പം കിങ് ആൻഡ് കമ്പനിക്ക് കൊടുക്കുകയാണ് ഇത്. അതുകൊണ്ട് കിങ് ആൻഡ് കമ്പനിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ആ ഡേറ്റ് ഇട്ടിട്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിൽ ബൈ സൺട്രീസ് എന്ന് എഴുതി വെക്കണം. ബൈ സൺട്രീസ് എഴുതാൻ കാരണം ചിലപ്പോൾ നമ്മൾ കിങ് ആൻഡ് കമ്പനിക്ക് 1000 രൂപയുടെ റിട്ടേൺ ചെയ്തു. ഇനി വേറെ ആർക്കെങ്കിലും 2-3 പേർക്ക് ഇങ്ങനെ ഓരോ എമൗണ്ട് ഓരോ സൈസ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പം അവരുടെ എല്ലാ അക്കൗണ്ടിൽ ലെഡ്ജർ അക്കൗണ്ടിൽ കാണിക്കണം പ്രത്യേകം. ഇനി പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിൽ ഒരു 5 പേർക്ക് നമ്മൾ സാധനം കൊടുത്തെന്നുണ്ടെങ്കിൽ ബൈ സൺട്രീസ് എന്ന് എഴുതിയിട്ട് 5 പേർക്ക് കൂടി കൊടുത്തതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഈ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത ഒരു അധ്യായം വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.